Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 10th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about functions of commercial banks, and in this lecture we are going to continue with the same topic, that is functions of commercial banks. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. And in this lecture we are going to start with the secondary functions of commercial banks. The modern commercial banks, in addition to the primary functions, perform a large number of other functions just to provide additional facilities to its customers. അതായത് മോഡേൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കസ്റ്റമേഴ്സിന് അഡീഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രൈമറി ഫങ്ഷൻസ് കൂടാതെ ലാർജ് നമ്പർ ഓഫ് അതർ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ദീസ് ഫങ്ഷൻസ് ആർ നോൺ ആസ് സെക്കൻഡറി ഫങ്ഷൻസ്, ആൻഡ് ഈ ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഏജൻസി സർവീസസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. First one is agency services. The banker acts as the agent of his customer in performing the following functions. അതായത് ബാങ്ക് കസ്റ്റമറിൻ്റെ ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഇസ് പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ. ബാങ്ക്സ് മേക്സ് പേയ്മെൻറ്റ്സ് ആൻഡ് റിസീവ് മണി ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇനി പറയുന്ന രീതിയിൽ ബാങ്ക്സ് കസ്റ്റമറിൻ്റെ ബിഹാഫിൽ പേയ്മെൻറ്റ് നടത്തുകയും മണി റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് അത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം. സെക്കൻഡ് വൺ ഇസ് പേയ്മെൻറ്റ് ഓഫ് മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ ടു ക്ലബ്, ലൈബ്രറീസ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻ, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ആൻഡ് സാലറീസ്, കളക്ഷൻ ഓഫ് ഡിവിഡൻസ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ്, കളക്ഷൻ ഓഫ് പെൻഷൻ, റെൻറ്റ് എക്സെട്ര, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിലെല്ലാം തന്നെ ബാങ്ക് കസ്റ്റമറിൻ്റെ ബിഹാഫിൽ പേയ്മെൻറ്റ് നടത്തുകയും ക്യാഷ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. Second one is purchase and sale of securities. Banks undertake to purchase and sell shares and debentures of joint stock company on behalf of its customers. അതായത് കസ്റ്റമേഴ്സിൻ്റെ ബിഹാഫിൽ ബാങ്ക്സ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും പർച്ചേസ് ചെയ്യുകയും whenever the customers delegate to work, the bankers should get clear and precise instruction in a special form used for this purpose. അതായത് കസ്റ്റമറിൻ്റെ ബിഹാഫിൽ ബാങ്ക് ആക്ട് ചെയ്തുകൊണ്ട് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും പർച്ചേസ് നടത്തുകയും സെയിൽ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ, അതായത് കസ്റ്റമേഴ്സ് അവരുടെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ബാങ്കറിന് ഒരു സ്പെഷ്യൽ ഫോമിൽ ക്ലിയർ ആൻഡ് പ്രിസൈസ് ഇൻസ്ട്രക്ഷൻ നൽകണം. Third one is acting as executor, administrator and trustee. Executor, person who is appointed by the will to administer the estate of the deceased person is known as the executor. Bank act as an executor for the disposal of the properties of the deceased customer after his death. അതായത് ബൈ വിൽ ഡിസീസ്ഡ് പേഴ്സൻ്റെ എസ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സൻ്റെ ഡെത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന പേഴ്സണാണ് എക്സിക്യൂട്ടർ. ആൻഡ് ബാങ്ക് ഒരു കസ്റ്റമറിൻ്റെ ഡെത്തിന് ശേഷം ആ ഡിസീസ്ഡ് കസ്റ്റമറിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഡിസ്പോസലിനായിട്ട് എക്സിക്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്റ്റേഴ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് അക്കോർഡിംഗ് ടു ദ ലോ. അതായത് ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട പേഴ്സൺ ആണ് അഡ്മിനിസ്ട്രേറ്റർ. ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ കോർട്ട് ഗ്രാൻസ് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോൺ ആസ് ദ അഡ്മിനിസ്ട്രേറ്റർ. അതായത് ഏത് പേഴ്സൻ്റെ ഫേവറിലാണോ കോർട്ട് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് ആ പേഴ്സണെയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫൺ ദ ബാങ്കർ ഓഫ് ദ ഡിസീസ്ഡ് ആക്ട് ആസ് അഡ്മിനിസ്ട്രേറ്റർ. മിക്ക കേസുകളിലും ഡിസീസ്ഡ് കസ്റ്റമറിൻ്റെ ബാങ്കറാണ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. Third one is trustee. A person may desire after his death a part or whole of his estate be held in a trust for the benefit of certain beneficiaries named in the will. അതായത് ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു പാർട്ടോ അല്ലെങ്കിൽ ഹോൾ പ്രോപ്പർട്ടിയോ ഒരു ട്രസ്റ്റ് ഹെൽഡ് ചെയ്യണം എന്ന് ഡിസയർ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് വില്ലിൽ ബെനഫിഷ്യറീസ് ഉണ്ടായിരിക്കും, ആൻഡ് സർട്ടൺ ബെനഫിഷ്യറീസിന് ആ ഒരു ബെനഫിറ്റ്, ഈ പ്രോപ്പർട്ടിയുടെ ബെനഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഇത്തരത്തിൽ പ്രോപ്പർട്ടീസ് ഒരു ട്രസ്റ്റ് ഹെൽഡ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ഹു ഹോൾഡ്സ് ദ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിഷ്യറീസ് ഇസ് നോൺ ആസ് എ ട്രസ്റ്റി. ആൻഡ് ബെനിഫിഷ്യറീസിനായിട്ട് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന പേഴ്സണെയാണ് ട്രസ്റ്റി എന്നറിയപ്പെടുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അണ്ടർടേക്ക് ദ ഫംഗ്ഷൻ ഓഫ് എക്സിക്യൂട്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ട്രസ്റ്റീസ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എക്സിക്യൂട്ടേഴ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയും ട്രസ്റ്റീസിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്. മെനി ബാങ്ക്സ് ആർ സെറ്റപ്പ് അറ്റ് ദെയർ റെസ്പെക്റ്റീവ് ഹെഡ് ഓഫീസ്, എക്സിക്യൂട്ടർ ആൻഡ് ട്രസ്റ്റി ഡിപ്പാർട്ട്മെന്റ് വിച്ച് അഡ്മിനിസ്റ്റേഴ്സ് ദ ട്രസ്റ്റ് ആൻഡ് വിൽ ഓഫ് ദ കസ്റ്റമേഴ്സ്. കുറേയേറെ ബാങ്കുകൾ അവരുടെ ഹെഡ് ഓഫീസും എക്സിക്യൂട്ടർ ആൻഡ് ട്രസ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഹെഡ് ഓഫീസും എക്സിക്യൂട്ടർ ആൻഡ് ട്രസ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും വില്ലും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. The balance portion on the topic functions of commercial banks will be discussed in the coming lectures. Thank you.